ഹലോ വെൽക്കം ബാക്ക് ടു വിനൂസ് ഡയറി. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ ആയതുകൊണ്ട് ഞാൻ നല്ല ലേറ്റ് ആയിട്ടോട്ട് എണീറ്റത്. ഒരു 9 മണിയൊക്കെ ആയിക്കോണം. അപ്പോൾ ഞാൻ എണീക്കുമ്പോൾ തന്നെ ഏട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ഏട്ടൻ്റെ വകയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങളൊരു സ്ഥലം വരെ ഇറങ്ങാൻ വെച്ചാൽ കേട്ടോ. അപ്പോൾ ദോശയും ചമ്മന്തിയൊക്കെ ആയിട്ട് ഏട്ടൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ വീടെടുക്കുമ്പോൾ എൻ്റെ കണ്ണിലേക്ക് തന്നെ കേട്ടോ ലൈറ്റ് അടിക്കുന്നത്. എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, വീഡിയോയ്ക്ക് നോക്കാനേ പറ്റുന്നില്ല. അപ്പോൾ ഇന്ന് ഭാഗ്യമായിട്ട് നമുക്കിന്ന് റെയിൽവേ ഗേറ്റൊന്നും കിട്ടിയില്ല, നേരെ പോകാൻ പറ്റി. അത് ഒരു അത്ഭുതമാണ്. നമുക്കാവുന്നത് റെയിൽവേ ഗേറ്റ് എപ്പോഴും ഇവിടെ അടച്ചിട്ടായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ മുന്നത്തെ വീഡിയോയിൽ. പിന്നെ ഞാൻ പണ്ടൊരു സ്ഥലത്തേക്ക് പോകാമെന്നുണ്ട്, അവിടേക്ക് കേട്ടോ. ഞാൻ കുറേ ആയി ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം വിചാരിക്കണം കേട്ടോ. പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായാലും നന്നാവോ ശരിയാവോ എൻ്റെ ഹെയറിൽ ഇത് ശരിയാവോ എന്നൊക്കെ ആയിട്ട് ഞാൻ കുറേ ആയി ചെയ്യാതിരിക്കണം. ആഗ്രഹം ഉണ്ടായിട്ടും ചെയ്യാതിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് നോക്കാമെന്നുള്ള രീതിക്ക് ഞാനും ഏട്ടനും ഇവിടെ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ, ഞാൻ ഹെയറിൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഓരോ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, നല്ല ഇഷ്ടമായി എനിക്ക്. ഞാൻ അവിടെ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. പിന്നെ ഏട്ടന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അത്. കാരണം ഞാൻ ചെയ്യണോ ചെയ്യേണ്ടതെന്നുള്ള രണ്ട് തോണിലും കാലിട്ടിരിക്കുന്ന സമയത്ത് ഏട്ടനെ പറഞ്ഞു ചെയ്ത് നോക്ക്, ചിലപ്പോൾ നന്നായിരിക്കും എന്ന് പറഞ്ഞത് ഏട്ടനാണ്. അപ്പോൾ ഏട്ടന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ എനിക്ക് ചെയ്തത്. 11 മണിക്ക് തുടങ്ങിയിട്ട് 2:45 ആയപ്പോഴായിട്ടാണ് തീർന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. ഏട്ടൻ എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നോക്കി അപ്പുറത്തോട്ട് ട്രെയിൻ പോകുന്നത് നല്ല രസമല്ലേ കാണാൻ. പിന്നെ ഞങ്ങൾ ടർക്കിഷ് മന്തി പോയിട്ട് ഒരു മന്തി കഴിക്കാൻ വെച്ചു കേട്ടോ. ഒരു ക്വാർട്ടർ അൽഫാം, പെരി അൽഫാം മന്തി കേട്ടോ പറഞ്ഞത്. ഒരു ക്വാർട്ടർ അൽഫാം മന്തി ഫുള്ളായിട്ട് ഞാൻ കഴിക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു ക്വാർട്ടർ അൽഫാം മന്തി വാങ്ങിച്ച് ഞങ്ങൾ രണ്ടുപേരോട് ഷെയർ ആക്കുക കേട്ടോ ചെയ്യുക. അതിനിടയ്ക്ക് ഞാൻ വീട്ടിലേക്ക് വിളിച്ചിട്ട് മുടി സ്ട്രൈറ്റൻ ചെയ്ത കാര്യമൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കുക, കടയിൽ നിന്ന് ഡ്രസ്സ് എന്തെങ്കിലും വാങ്ങിക്കാമെന്നൊക്കെ വെച്ചിട്ട് ചുമ്മാ കറക്കം വെറുതെ തിരിഞ്ഞ് നടക്കും ഞങ്ങൾ ഓരോ കടകളിലായിട്ട് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് പോയി ഞങ്ങളൊന്നും വാങ്ങിച്ചില്ലെങ്കിലും ഞങ്ങൾ ഏതെങ്കിലും ഇതേപോലെ കടകളിലൊക്കെ കയറിയിട്ട് ജസ്റ്റ് ഡ്രസ്സൊക്കെ നോക്കും, ഇഷ്ടപ്പെട്ടെടുക്കും ചെയ്യും. അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ മാക്സിൽ കയറിയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി ഏട്ടനൊരു ടീഷർട്ടും എനിക്കൊരു ടീഷർട്ടും വാങ്ങിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് 4:30 ആയപ്പോൾ ചായ ഉണ്ടായി കുടിച്ചു. പിന്നെ ഞങ്ങൾ 6:30 ആയപ്പോൾ മൂവിക്ക് ഇറങ്ങി കേട്ടോ. വലതുവശത്തെ കള്ളൻ എന്ന് പറഞ്ഞ മൂവി ഉണ്ടല്ലോ. അപ്പോൾ ടിക്കറ്റ് ഇന്നലെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നതായിട്ടും ടിക്കറ്റ് സ്കാൻ ചെയ്യാൻ വേണ്ടി പോയേക്കായിരുന്നു. മൂവിയുടെ കാര്യം പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഇഷ്ടപ്പെട്ടു മൂവി. ഞങ്ങൾക്കാണെങ്കിൽ ഈ ടൈപ്പ് മൂവിയാണ് ഏറ്റവും ഇഷ്ടം. ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറൊക്കെ ഉണ്ടാവില്ല, ആ ടൈപ്പാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടം. അങ്ങനെ ടിക്കറ്റ് കിട്ടിയിട്ട് ഞങ്ങളിതാ മൂവി കാണാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. മൂവി നന്നായിട്ടുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ. പിന്നെ മൂവി തുടങ്ങുന്നതിന് മുന്നേ ഇതേപോലെ ഒരു സെൽഫിയോ വീഡിയോയോ അത് നിർബന്ധമാണല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെ മൂവിയൊക്കെ കണ്ടു. ഇൻ്റർവെല്ലായപ്പോൾ പുറത്ത് പോയിട്ട് ഏട്ടൻ പോപ്കോണൊക്കെ വാങ്ങിച്ചു തന്നു കേട്ടോ. പിന്നെ നമ്മൾ എവിടുന്ന് പോപ്കോൺ കഴിച്ചാലും ഉണ്ടല്ലോ, ഇവിടുന്ന് തിയേറ്ററിൻ്റെ അവിടുന്ന് പോപ്കോൺ വാങ്ങിച്ച് വെക്കുന്ന ടേസ്റ്റ് ഒന്ന് വേറെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? മൂവി കണ്ടിറങ്ങിയിട്ട് അങ്ങനെ പുറത്തുനിന്ന് ഡിന്നറും കഴിച്ചിട്ട് അങ്ങനെ റൂമിൽ പോകാനായിട്ട് പ്ലാന്. അപ്പോൾ ദോശയും ബീഫ് കറിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. അപ്പോൾ അങ്ങനെ പോകാൻ നിൽക്കുകയാണ്. പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു, നാളെ വർക്കാക്കുള്ളതല്ലേ. അപ്പോൾ ഫുഡ് വയ്ക്കാൻ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു, അതൊക്കെ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. വേറെ വീഡിയോ വീണ്ടും കാണാം. ബൈ.